എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം PR മുരളി. എല്ലാവർക്കും വീണ്ടും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കണ്ണാടിക്കൈയിൽ എന്ന ഗാനത്തിന്റെ അനുപല്ലവിയും ചരണവുമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിന്റെ അനുപല്ലവി തന്നെയാണ് ചരണവും, വരികൾ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അനുപല്ലവിയുടെ സ്വരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ചരണവുമായി. അപ്പോൾ അനുപല്ലവി തുടങ്ങുന്നത് വൺതളിരോല കൈ നീട്ടും കതിരോനെ പോലെ, വൺതളിരോല പരിനീനിത പദദാമ കൈ നീട്ടും കതിരോനെ പോലെ, രീമ പനിത പമാപ വൺ തളിരോല കൈ നീട്ടും കതിരോനെ പോലെ, പനിനിത പദദാപമ രീമ പനിത പമാപ. ആ പായ്ക്ക് പദപാദം ടച്ച് വരും. പനിനിത പദദാപമ രീമ പനിത പമാപ. തളിരോല കൈ നീട്ടും കതിരോനെ പോലെ, പനിനിത പദനിത എന്ന് ടച്ച് കൊടുക്കാം. പദദാപമ രീമ പനിത പമാപ. ഒന്നിട്ട് വായിക്കാം. അവിടെ ഫ്ലൂട്ടിന്റെ ഒരു ലിങ്ക് വരും. 1 2 3 പമരീമ പനിത പമാപ പമരീമ പനിത പമാപ. 1 2 3. അപ്പൊ ലിങ്ക് അടക്കം വായിക്കാം. വൺതളിരോല കൈ നീട്ടും കതിരോനെ പോലെ, പമരീമ പനിത പമാപ. അവനെന്നെ തേടിയെത്തുമ്പോ മമ പസ, അവനെന്നെ സാനി പനി തേടിയെത്തുമ്പോൾ സാരി സനി. മമ പസ സാനി പനി സാരി സനി. അവനെന്നെ തേടിയെത്തുമ്പോ മമ പസ സാനി പനി സാരി സനി. 1 2 3 4. എന്നിട്ട് വായിക്കാം. അപ്പൊ അവിടെ ഒരു ഫ്ലൂട്ടിന്റെ ലിങ്ക് വരും. സാരി സനി എന്ന് മാത്രം വരും. അവനെ മമ പസ അവനെന്നെ തേടിയെത്തുമ്പോൾ സാരി സനി അങ്ങനെ ചേർന്ന് വരും. അപ്പൊ വരും. എന്നിട്ട് ഫുള്ള് പിന്നെ ഫ്ലൂട്ടിന്റെ 2 ലിങ്കും ഇല്ലാതെ ഒരുമിച്ച് ചേർന്ന് വായിക്കും. അതിങ്ങനെ വരും. ആദ്യം ലിങ്കോടുകൂടി വായിക്കാം, പിന്നെ ലിങ്ക് ഇല്ലാതെയും വായിക്കാം ചേർത്ത്.
ഇത്രയും വന്നു കഴിഞ്ഞാൽ പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ നിനിസാനി സരി ഗരിസാനി പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ നിനിസാനി സരി ഗരിസാ. ആദ്യത്തെ പറയാൻ വയ്യാതെ എന്ന് പറയുമ്പോൾ നിനിസാനി സരി ഗരിസാനി, പിന്നെ പാടാൻ വയ്യാതെ നിസാനി സരി ഗരിസാ അങ്ങനെ വരും. അപ്പൊ ഒന്നൊരു വായിക്കാം. പാടാൻ വയ്യാതെ നീസ നീസ എന്ന് വായിച്ചാൽ മതിയോ? ഒന്നൊരു വായിക്കാം. പിന്നെ വൺകിളിവാതിൽ വാതിലൂടെ പരിസസ വൺകിളി പപ്പ റിസസ മുള്ളത് റിസസ വാതിൽ മാ പപ്പ സനി വാതിലിലൂടെ മാ പപ്പ സനി വാതിലിലൂടെ വൺ വൺകിളി വാതിൽ വൺ പരിസസ വാതിലിലൂടെ മാ പപ്പ സനി. അപ്പൊ വൺ പരിസസ മാ പപ്പ സനി വൺ കിളിവാതിൽ വാതിലിലൂടെ റൂട്ട് വരുമ്പോ ഒന്നൊരു വായിക്കാം. കൺകുളിരെ ഞാൻ കാണും കൺകുളിരെ ഞാൻ സാരിരി പമമ കൺകുളിരെ ഞാൻ സാരിരി പമമ കൺകുളിരെ ഞാൻ കാണും പമഗരി ഗരിസന് പമഗരി ഗരിസന് കാ പമഗരി ഗരിസന് നും കാണും പമഗരി ഗരിസന്. അപ്പൊ കൺകുളിരെ ഞാൻ കാണും സാരിരി പമമ പമഗരി ഗരിസന്. ഒന്നൊരു വായിക്കാം. അപ്പൊ കിളിവാതിൽ വാതിലിലൂടെ തൊട്ട് വായിക്കാം. ഒന്നൊരു വായിക്കാം. അത് കഴിഞ്ഞിട്ട് കണ്ണോടു കണ്ണിറയും കണ്ണോട് നീസ നീസ കണ്ണീറ രീഗരി സാസനി മുള്ളത്തിനിയിലേക്ക് പോകും. രീഗരി സാസനി നിതപായും കണ്ണോടു കണ്ണിറയും. അപ്പൊ നീസ നീസ രീഗരി സാസനി നിതപാ സാസനി മുള്ളത്തിനിയിലേക്ക് പോണം. സാസനി നിതപാ നീസ നീസ രീഗരി സാസനി നിതപാ കണ്ണോടു കണ്ണിറയും. അങ്ങനെ വരും. കിളിവാതിൽ വാതിലിലൂടെ കൺകുളിരെ ഞാൻ കാണും കണ്ണോടു കണ്ണിറയും. അത്രയും വായിക്കാം. 3, 4, 1. വരും.
അപ്പോൾ ഇതാണ്. ഞാനൊന്ന് മുഴുവനായിട്ട് വായിക്കാം. തളിരോല കൈനീട്ടും അവിടെ നിന്നിട്ട് വായിക്കാം. 1 അനുബന്ധ 2 3 4. ഇതാണ് അനുപല്ലവി. ഒന്നുകൂടി വായിക്കാം. ഇതാണ് അനുപല്ലവി. അത് കഴിഞ്ഞിട്ട് പല്ലവി, ഒരു ഫുൾ പല്ലവി വരും. കണ്ണാടി കയ്യിൽ ഇത്രയും വരും. അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് വീണ്ടും ചരണം ഇളനീല തിരിനീട്ടും എന്ന് പറഞ്ഞ് ചരണം വരും. അത് ഇതേ സ്വരങ്ങൾ തന്നെ. മൺപനിനിത പദതാപമരേമ, അങ്ങനെ ഫുൾ സെയിം തന്നെ വരിക. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് മറ്റുള്ള എല്ലാ ഫ്രണ്ട്സിലേക്കും എത്തിക്കണം എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഇത് എന്തെങ്കിലും വ്യത്യാസങ്ങൾ, സ്വരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ താഴെ കാണുന്ന 9447200365 എന്ന നമ്പറിലേക്ക് വിളിക്കണം. ഞാൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ്. ഇതുകൂടാതെ വേറെ പാട്ടുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ പൂർണ്ണരൂപം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും വീണ്ടും നമസ്കാരം. താങ്ക് യു.